ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പത്തരമാറ്റിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിന് നല്ലൊരു അടിയൊക്കെ കിട്ടിയിരിക്കുകയാണ് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നും. അത് കൊണ്ടിട്ടും അവർ പോകാനുള്ള തയ്യാറെടുപ്പൊന്നും എടുക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നോക്ക്, നിനക്കേ എൻ്റെ വീട്ടിലോട്ട് വരാനുള്ള ഒരു അധികാരമില്ല, ഞങ്ങളിവിടെ പലതും ചെയ്യും, അതൊക്കെ നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇറങ്ങിപ്പോടാ നാണം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേണുവിനെ അങ്ങനെ അടിച്ചിറക്കാനായിട്ട് നോക്കുക. ആ സമയത്താണ് ജീപ്പ് വരുന്നത്, പോലീസ് ജീപ്പ്. അപ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് നമ്മുടെ നന്ദു നല്ല കിടിലൻ വരിക. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും കിളി അങ്ങോട്ട് പറന്നുപോയി. അങ്ങനെ കിളി ഇങ്ങനെ പറന്നുപോയി നിൽക്കുന്ന സമയത്ത് നന്ദു നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാവരും മുന്നിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അവന്തിയെ ഒന്നും നോക്കുക. അപ്പോൾ അവന്തിയാണെങ്കിൽ രൂക്ഷമായിട്ട് അനിയെ നോക്കണം, ഇനി ഇവൻ വിളിച്ചു വരുത്തിയതായിരിക്കുമോ നന്ദുവിനെ എന്നൊക്കെ ഉള്ളൊരു സംശയം ഈ അവന്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറി വരികയാണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, മോളെ നന്ദു നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശ, എനിക്കൊരു പരാതി കിട്ടിയിരുന്നു മുത്തശ്ശ, അതുകൊണ്ട് ആ പരാതിയുടെ പ്രകാരമാണ് ഞാനിവിടെ വന്നത്. എനിക്ക് പരാതി തന്നത് അനാമികയാണെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മന്ദിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവന്തികയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ. മേഡം ഇത് കണ്ടോ മേഡം, ഇവർ ചെയ്യുന്നത് എൻ്റെ മോളെയാണ് ഇവൻ കല്യാണം കഴിച്ചത്, എന്നിട്ട് ഡിവോഴ്സ് പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇവർ ചതിയിലൂടെ മറ്റൊരു കല്യാണം നടത്താനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ശിക്ഷാർഹമല്ലേ മേഡം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടേടോ, താനൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ നമ്മുടെ നന്ദു പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം, മോളെ കാര്യങ്ങളെല്ലാം മോൾക്ക് അറിയാമായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് മോളെ ഇതൊക്കെ ഒരു കുറ്റമാകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശ, എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, എനിക്കൊരു പരാതി കിട്ടി, ഞാനിവിടെ വന്നു, ആ പരാതി പ്രകാരമാണ് ഞാനിവിടെ വന്നത്, അപ്പോൾ പിന്നെ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നും പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ അമ്മയെ ഓടി വരികയാണ്. മോളെ നന്ദു, നീ എന്താണ് നന്ദുട്ടി കാണിച്ചു കൂട്ടുന്നത്? അവർ പരാതി തന്നെന്ന് വിചാരിച്ച് നീ അങ്ങനെ വരാനായിട്ട് പാടുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനിങ്ങോട്ട് വന്നത്? അപ്പോൾ ജാനകിയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. അപ്പോൾ ജാനകിയാണെങ്കിൽ അയ്യോ അമ്മയുടെ മോളുടെയൊക്കെ ഒരു അഭിനയം, എടി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നടി, നീയൊക്കെ കൂടുതൽ വേഷം കിട്ടാൻ നിൽക്കരുത്. അപ്പോൾ ജലജ പറയാണ്, അച്ഛാ ഇനി സമയം കളയാനില്ല അച്ഛാ, പെട്ടെന്ന് തന്നെ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ചടങ്ങ് അങ്ങോട്ട് നടത്താനായിട്ട് നോക്കച്ചാ. ഇവളിതല്ല ഇതിനപ്പുറം പറഞ്ഞു കൂട്ടും, ഈ കല്യാണം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ കനകയുടെ മോള് നന്ദു തന്നെയാണെന്നും പറയാണ്. അപ്പം നന്ദു, എനിക്ക് അങ്ങനത്തെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ നടത്താതിരിക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതിയോട് മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. പരാതി കിട്ടിയിട്ടും പരാതി കിട്ടിയില്ല എന്നുള്ളൊരു നിലപാട് നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നും കൂടി പറയാം. അപ്പോൾ ഈ ജലജ പറയാണ്, അല്ല നീ അങ്ങനെ കൃത്യസമയത്ത് ഇവിടെ എത്തി? നിനക്ക് അറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന്? എടീ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയാണെന്നൊക്കെ മിക്കവർക്കും അറിയാം, അതെല്ലാം മുടക്കിക്കൊണ്ടാണ് ഇപ്പം നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിൻ്റെ മനസ്സിലെ ആഗ്രഹം നടക്കാൻ വേണ്ടി നിന്നെ ആരാടി കൃത്യസമയത്ത് ഇവിടെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ നിനക്ക് വേണമെങ്കിൽ നിശ്ചയം കഴിയുമ്പോൾ തന്നെ വരാമായിരുന്നല്ലോ, നിശ്ചയം കഴിഞ്ഞിട്ട് വരാമായിരുന്നല്ലോ. ഇല്ല, പക്ഷേ നിശ്ചയം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നീ ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിൻ്റെ അമ്മയല്ലേടി, നിൻ്റെ അമ്മയല്ലേ നിന്നോട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞത്? എങ്ങനെയെങ്കിലും നീയും കൂടി അനന്തപുരിയിലേക്ക് വന്നു കയറണം. അതിനു വേണ്ടി തന്നെയാണ് നിൻ്റെ അമ്മ നിന്നെ വിളിച്ച ആ മുഹൂർത്ത സമയമായപ്പോൾ തന്നെ പറഞ്ഞത്. ഇത് കേട്ട കനകത്തിന് കാലി വരികയാണ്. അനാവശ്യം പറഞ്ഞു നിൽക്കരുത് ജലജേ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് തന്നെ ഈ ഒരു നിശ്ചയം നടക്കുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോഴേക്കും ജാനകിയും പറയാണ്, പിന്നെ എങ്ങനെ അവളിങ്ങനെ കൃത്യസമയത്ത് എത്തി? അവൾക്ക് ആ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്? കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ നാണം കെട്ട പരിപാടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരത്തെ വന്നത് മുടക്കായിരുന്നു, ഇതിൻ്റെ പരാതി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് പരാതി കിട്ടിയ സ്ഥിതിക്ക് എനിക്കിതിൽ ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ജലജ അച്ഛനോട് പറയുന്നുണ്ട്, നിശ്ചയം നടത്തച്ചാ, മോതിരം മാറച്ചാ എന്നൊക്കെ പറയുമ്പോൾ നിർത്ത് ജലജേ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ നന്ദോടെ സംസാരിക്കുകയാണ്.
അതായത് മുത്തശ്ശ, ഞാൻ ഇത്രയും പറഞ്ഞു, ഇനിയും ഇവിടെ ഈ നിശ്ചയം നടക്കാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഇനിയും നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലപ്പത്തിരിക്കുന്നവർ എന്നെ കുറ്റം പറയുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ അനാമിക പറഞ്ഞതുപോലെ തന്നെ അനാമികയും അനിയും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡിവോഴ്സ് കഴിയാത്ത സ്ഥിതിക്ക് ഈ ഒരു നിശ്ചയം നടക്കാനായിട്ട് പാടില്ല. അത് ശരിക്കും ശിക്ഷാർഹമാണ് എന്നൊക്കെ നന്ദു ശരിക്കും അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നിശ്ചയം അവിടെ മുടങ്ങുക. അപ്പോൾ അനിയാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുക, അവന്തികയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുക. അങ്ങനെ നമ്മുടെ ഈ അനാമികയുടെ അച്ഛനൊക്കെ ഇപ്പം സന്തോഷമായി. കറക്റ്റ് സമയത്ത് തന്നെയാണ് നന്ദു മേഡം വന്നത്. ഈ നിശ്ചയം മുടക്കാനായിട്ട് സാധിച്ചല്ലോ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിങ്ങൾ മുഴുവനും തെറ്റ് ചെയ്ത് കൂട്ടിയിട്ട് ഞങ്ങളെ തല്ലാനായിട്ട് തനിക്ക് എന്താടോ അധികാരമുള്ളത്? എടാ വേണോ, ഇനിയും താനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ മുത്തശ്ശൻ 3 എണ്ണത്തിനെയും ആട്ടിയിറക്കുക. അവരാണെങ്കിൽ ആട്ടിയിറങ്ങി പോവുകയും ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ അവന്തികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് മുത്തശ്ശൻ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. മുത്തശ്ശൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് മുത്തശ്ശൻ പറയണം, മോളെ നീ സങ്കടപ്പെടേണ്ട, നീ ഈ ഒരു നിശ്ചയം മുടങ്ങിയെന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടേണ്ട. ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിന്നെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി ഈ കുടുംബത്തിലെ മരുമകൾ അത് നീ തന്നെയായിരിക്കും. നിൻ്റെയും അനിയുടെയും നിശ്ചയം ഉടനെ തന്നെ ഞാൻ നടത്തും, കല്യാണവും നടത്തും. അതിൽ ആരെ തടസ്സം നിന്നാലും ശരി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ ചങ്കൊന്ന് പിടയുക. അനിയാണെങ്കിൽ ഞെട്ടിപ്പോയി. കുറച്ച് ആശ്വാസമായിട്ട് നിൽക്കുകയായിരുന്നു അനി. ആ സമയത്താണ് മുത്തശ്ശൻ ഇങ്ങനൊരു കാര്യം കൂടി പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പം നിശ്ചയം നടത്താനായിട്ട് പറ്റില്ലല്ലോ, ഡിവോഴ്സ് ചെയ്താലും പെട്ടെന്ന് തന്നെ കഴിയട്ടെ, അതിനുശേഷം ഇനിയിപ്പോൾ കല്യാണം നിശ്ചയമൊക്കെ നടത്താം, അല്ലാതെ ഇനി വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ മുത്തശ്ശൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മനി വീണ്ടും ഡള്ളായി പോവുക. ഈ സമയം തന്നെ നമ്മുടെ നവ്യയുടെ മുഖം കാണിക്കുക. അപ്പം നവ്യയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലാണ്. കാരണം ഈ നിശ്ചയം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ നവ്യ തന്നെയാണ്. അപ്പോൾ മുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നവ്യ സന്തോഷം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ, ദൈവമേ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ഇനി നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം വേണം നടക്കാൻ. ഈ ദുഷ്ടത്തി ഒരിക്കലും അനിയെപ്പോലൊരു പാവത്താൻ്റെ തലയിൽ ചെന്ന് ചാടരുത്. അതെനിക്ക് നിർബന്ധമായ കാര്യം തന്നെയാണ്. ഇവളായിട്ടുള്ള ഒരു ഇതിനും ഞാൻ തയ്യാറാവില്ല. ഇനിയും ഇത് മുടക്കുക തന്നെ ചെയ്യും. മുത്തശ്ശൻ എന്ത് തീരുമാനമെടുത്താലും ശരി, ഞാൻ മുടക്കുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കനകത്തിലൊക്കെ ആണെങ്കിൽ ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നന്ദുവിനെ വരുത്തരുതെന്ന് ആഗ്രഹിച്ചോ, പക്ഷേ നന്ദു അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ലല്ലോ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനി നാളെ കാണാൻ പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.